ഇവർ ഉപയോഗിച്ചിരിക്കുന്ന മിൽക്ക് ഉണ്ടല്ലോ, മിൽക്ക് കുറച്ച് കൂടുതലാണ്. മിൽക്ക് കുറച്ചിരുന്നെങ്കിൽ ഇവർക്ക് ശരിക്കും കുറച്ചുകൂടെ ഒന്ന് എന്താ പറയാ ഒതുക്കിയെടുക്കാമായിരുന്നു. പക്ഷെ എന്നാലും കാണാൻ വളരെ ഭംഗിയുണ്ട്. ഡെലിവറി പൈസ ടേസ്റ്റ് നോക്കി എങ്ങനെയുണ്ട്. നന്നായിട്ടുണ്ട്. അപ്പൊ നമുക്ക് കമന്റ്സിലേക്ക് തിരിച്ചു വരാം. ഓക്കെ, ഇത് കൊള്ളാം. അപ്പൊ ഇത് കുറച്ചുകൂടെ ക്രിഞ്ചി ആയിട്ടുണ്ട്. മിൽക്ക് കുറവാണ് ഇതിൻ്റെ അകത്ത്. ശരിക്കും ഒരു ബൈൻഡിങ് ഉണ്ട്. അപ്പൊ ഞാൻ ഇവർക്ക് ഇതിന് കുറച്ച് നല്ലതായിട്ട് ടീം ബീനെ എന്നുള്ളത് നല്ലതായിട്ട് സെലക്ട് ചെയ്തു. ഇത് മോശം എന്നല്ല ഞാൻ പറയണത്, കുറച്ചുകൂടെ നന്നായിട്ടൊക്കെ അവർക്ക് അറേഞ്ച് ചെയ്യാമായിരുന്നു. അതെ, അത്രേ ഉള്ളൂ. അറേഞ്ച്മെന്റ്സിന്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ. ടേസ്റ്റ് വൈസ് നല്ല നന്നായിട്ടുണ്ട്, രണ്ടുപേരും നന്നായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ടീം ബിക്ക് നല്ലൊരു കൈയടി കൊടുക്കാം. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ലിറ്റിൽ കിച്ചന് ഈസി കുക്കിങ്ങിനുള്ള സമയമാണ്. ഈസി കുക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടികൾ മാത്രമല്ല ലിറ്റിൽ കിച്ചണിൽ വന്നിട്ട് കുക്ക് ചെയ്യുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഡിഷസ് ഒക്കെ നമ്മുടെ പ്രിയപ്പെട്ട ഷെഫ് നമുക്ക് ഉണ്ടാക്കി തരും. അപ്പൊ അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ചോക്ലേറ്റ് സേമിയോ പായസമാണ്. ആദ്യം നമുക്ക് കുറച്ച് ഗീ വേണം. നമുക്ക് അതിലേക്ക് കുറച്ച് വെർമസെല്ലി ഇട്ട് കൊടുക്കാം അല്ലേ? ഇട്ട് കൊടുക്കാം. റൈസിനും ഉണക്കമുന്തിരി നട്ട്സും കൂടെ അങ്ങോട്ട് കൊടുക്കാം. ഒരു നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ പാലൊഴിച്ചു കാണുമ്പോ തന്നെ കൊതി വരുന്നു അല്ലേ? ഞാൻ ഇതിൻ്റെ അകത്ത് ബ്രൗൺ ഷുഗർ ആണ്. ഈ ചോക്ലേറ്റ് ഇടുകയാണ്. ഓക്കെ, ചോക്ലേറ്റും പീനട്ട് ബട്ടറും. അപ്പൊ നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ചേർത്തെന്ന് പറയാം. ആദ്യം നമ്മൾ ഗീ എടുത്തു, ബർമസിൽ ചെറുതായിട്ട് പൊടിച്ചത് ഫ്രൈ ചെയ്തായി റെഡി ആയി കഴിഞ്ഞാൽ നമ്മൾ നട്ട്സും റൈസിനും കൂടി ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മൾ ചൂട് പാലം ഒഴിച്ചു. അത് പാലിലേക്ക് നമ്മൾ ബ്രൗൺ ഷുഗർ ഇട്ടു. ഓക്കെ, പിന്നെ ബ്രൗൺ ഷുഗർ ഒന്ന് മെൽറ്റ് ആയി കഴിഞ്ഞപ്പോൾ നമ്മൾ കൊക്കോ പൗഡർ ഇട്ടു. ഓക്കെ, കൊക്കോ പൗഡർ കുക്കായി ഒന്ന് ഇതായി കഴിഞ്ഞപ്പോൾ നമ്മൾ ചോക്ലേറ്റും പീനട്ട് ബട്ടറും കൂടെ മിക്സി വെച്ചിരിക്കുന്നത് നമ്മൾ ഇട്ട് കൊടുത്തു. ഓക്കെ, ഈസി കുക്കിങ്ങിലൂടെ ഷെഫ് ഞങ്ങൾ പഠിപ്പിച്ചു തന്ന പായസം ദാ നന്നായിട്ട് കുറുകി വളരെ മനോഹരമായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മൾ കഴിച്ചു നോക്കിയിട്ടാണ് അഭിപ്രായം പറയാൻ പോകുന്നത്. കഴിച്ചു നോക്കാം. ഓക്കെ, സൂപ്പർ, അടിപൊളി. നമ്മളപ്പോ എല്ലാ ദിവസവും പല തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നുണ്ട്. ചില ആൾക്കാർക്ക് ഇഷ്ടമില്ലാത്തതും ഒക്കെ അമ്മയും അച്ഛനും ഒക്കെ പറയത്തില്ലയോ ഇതൊക്കെ കഴിച്ചാലാണ് കണ്ണ് നന്നാവുക, മുടി നന്നാവുക, സ്കിൻ നന്നാവുക, ബുദ്ധി ഉണ്ടാവുക എന്നൊക്കെ പറയില്ലേ. അപ്പൊ അതിന് ബാലൻസ്ഡ് ഫുഡ് എന്ന് എല്ലാവരും പറഞ്ഞു കേൾക്കുന്നുണ്ട്. പോഷകാഹാരങ്ങൾ എന്നല്ലേ? പോഷകാഹാരങ്ങൾ കുറഞ്ഞ എന്തൊക്കെ അസുഖങ്ങളാ വരിക? ഡെങ്കിപ്പനി വരും പോഷകാഹാരം കുറഞ്ഞാല്. അപ്പൊ ഇങ്ങനെയുള്ള അസുഖങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ബാലൻസ്ഡ് ഫുഡ് കഴിക്കേണ്ടത്, എന്തൊക്കെ നമുക്ക് അതിൽ ചെയ്യാം, ഡിഫറെൻ്റ് ആയിട്ടുള്ള ബാലൻസ്ഡ് ഫുഡ് എങ്ങനെ ഉണ്ടാക്കാം എന്നൊക്കെ പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ട് കോഴിക്കോട് ശ്രീധേഴ്സ് ഡയാ കെയറിൽ നിന്നും അവിടുത്തെ ചീഫ് ഡയറ്റീഷ്യനായ നീരജ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് നീരജ ആന്റി സ്വാഗതം ചെയ്യാം. സ്വാഗതം. വെൽക്കം ടു ലിറ്റിൽ കിച്ചൻ.